നാളെ നമുക്കൊരു പോട്ട്ലൊക്കെ ഉണ്ട്. സോ നമ്മള് ഒരു ആപ്പിൾ ടാർട്ട് ഉണ്ടാക്കാൻ പോവാണ്. Similar to apple pie, right? Or apple cake? Yes. Because in Dutch you call everything Tart. അതായത് ഇവര് ഡച്ചുകാര് കേക്കിനും ടാർട്ട് എന്നാണ് പറയുന്നത്. ഇവള് ഇതിലൊരു എക്സ്പേർട്ട് ആണ്. അപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ബേക്ക് സംതിങ്. ഇത് നമ്മുടെ ഉണക്കമുന്തിരി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് സോക്ക് ചെയ്യണം ഒരു വാം വാട്ടറിൽ. ഇനി നമ്മൾ ബട്ടർ എടുത്തിട്ട് നമ്മുടെ ഇതിന്റെ ബേസിൽ നന്നായിട്ടൊന്ന് പറ്റിച്ചു കൊടുക്കുക. And then you have to get the sides as well. ഇനി നമ്മൾ 175 gram ബട്ടർ ആണ്. That's way more than this. അവർക്കറിയാം, പക്ഷെ So എനിക്കറിയാം. there is a nice trick actually. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് 50. So we need 175. Yes. Okay. നമുക്കൊരു മുട്ട വേണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പിൾ ടാർട്ടിന്റെ ഒക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ ഫുൾ പൗഡർ ഇതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ആ ഡോ അവിടെ ആവുന്ന നേരത്തിന് നമ്മൾ ഈ ആപ്പിൾസ് ഒക്കെ പീൽ ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണേ. നമ്മൾ ഈ റെഡി ആയ ഡോ 2 ബാച്ച് ആക്കിയിട്ട് തിരിച്ചു. ഇത് ഇതിന്റെ ബേസിൽ പോവും. ആപ്പിളിലേക്ക് 50 grams ഓഫ് ഷുഗർ, നമ്മൾ അളന്ന് വെച്ച 75 grams ഓഫ് റൈസൻസ്, ബട്ട് ദെൻ ഡ്രൈഡ് സിനമൺ പൗഡർ. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ഇത് മുകളിലേക്ക് ആക്കാൻ എന്റെ ടെക്നിക്ക് വർക്ക് ആവുന്നില്ലായിരുന്നു. ഇപ്പൊ വിലമൈന്റെ ടെക്നിക്കാണ്. ഇത് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ഒരിക്കലും അത് അങ്ങനെ ചെയ്യില്ലായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഈ സാധനത്തിന് ഫുൾ ഇങ്ങനെ പറ്റിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മളിത് ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ആപ്പിൾ പൈ കാണില്ലേ, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മെഷ് പോലെ ഉണ്ടാവുക. ആ മെഷ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു മെഷ് ആക്കണം, പക്ഷെ ഞാനത് മെസ്സാക്കി. And now the last final one. This can go here. ഇപ്പൊ ഈ ലുക്ക് നോക്കണ്ട, ഉണ്ടായി വരുമ്പോ ഗ്ലേസിംഗ്, റൈറ്റ്? Yes. So then it looks. Now this goes to the oven. 60 മിനിറ്റ് മുതൽ 75 മിനിറ്റ് വരെ വേണം. സോ പ്രീ ഹീറ്റഡ് അവനിലാണ്. ഏകദേശം റെഡി ആയി തോന്നുന്നേ. Look at that. It's pretty. Yeah, I think so. No, I think it's good first try. It came out really nice.